പോകുന്നത് ഒരു വെബ്സൈറ്റിനെ എങ്ങനെയാണ് ഗൂഗിളിലേക്ക് ഹോസ്റ്റ് ചെയ്യുക, അതും ഫ്രീ ആയിട്ട്. അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് എന്ന് വെച്ചാൽ നമ്മളെ ഫയൽ index.html ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗൂഗിൾ തുറക്കണം. ഗൂഗിളിൽ ഗിറ്റ്ഹബ്, അതിൽ നിങ്ങൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആഡ് ന്യൂ റെസ്പെക്റ്റോറി കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സൈൻ ഇൻ ചെയ്യണം. അത് കഴിഞ്ഞാൽ ക്രിയേറ്റിൻ്റെ അവിടെ പോകുമ്പോൾ ക്രിയേറ്റ് ന്യൂ റെസ്പെക്റ്റോറി കാണും, അത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഇവിടെ റെസ്പെക്റ്റോറിൻ്റെ പേര് കൊടുക്കണം. ആ പേര് നിങ്ങളെ വെബ്സൈറ്റിൻ്റെ പേരും ആ പേരിൻ്റെ അവസാനം നിങ്ങൾ .com കൊടുക്കണം. അതാണ് നിങ്ങളെ URL അവസാനം വരിക. ഇപ്പോൾ നിങ്ങൾ ആ ഇതന്നെ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അത് കിട്ടൂല. അപ്പോൾ വേറെ പേര് ഉപയോഗിക്കണം. അത് കഴിഞ്ഞാൽ താഴോട്ട് വന്നിട്ട് ആഡ് എ റീഡ്മി ഫയൽ അത് ടിക്ക് ചെയ്യണം. അത് കഴിഞ്ഞാൽ താഴെ ക്രിയേറ്റ് റെസ്പെക്റ്റോറി എടുക്കും, അത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ അവിടെ ഫയൽ കാണും. അത് കഴിഞ്ഞാൽ ആഡ് ഫയൽ കൊടുക്കുമ്പോൾ അപ്ലോഡ് ഫയൽ കൊടുക്കുക. അതിൽ നമ്മളെ ഫയലിനെ ഡ്രാഗ് ചെയ്തിട്ട് ആ കാണുന്ന കോളത്തിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴെ കാണും index.html. അത് കഴിഞ്ഞാൽ കമ്മിറ്റ് ചേഞ്ചസ് കൊടുക്കുക. ഇപ്പോൾ 2 ഫയലും വന്നു. അത് കഴിഞ്ഞാൽ സെറ്റിങ്സ് പോകുക. ആടെ ഡിഫോൾട്ട് ബ്രാഞ്ചിൽ മെയിൻ ആണ് ഇപ്പോൾ ഉള്ളത്. അതിൽ മെയിനിൻ്റെ പിൻഭാഗത്തായിട്ട് ബ്രാഞ്ച് കൊടുക്കുക. ഈ ഡിഫോൾട്ട് ബ്രാഞ്ചിൽ ക്ലിക്ക് ചെയ്യുക. അതിലിപ്പം മെയിൻ ആണ് ഉണ്ടാവുക, അത് മാറ്റിയിട്ട് ബ്രാഞ്ച് മെയിൻ ആക്കുക. അത് കഴിഞ്ഞിട്ട് റീനെയിം ബ്രാഞ്ച് കൊടുക്കുക. അതിൽ ഫസ്റ്റ് അത് കൊടുക്കുമ്പോൾ അത് നമുക്ക് റീനെയിം ആവില്ല. അത് കഴിഞ്ഞ് വീണ്ടും റീനെയിം ബ്രാഞ്ച് കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആവും അത്. അത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ മെയിൻ വരും. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ സെറ്റിങ്സ് പോവുക. സെറ്റിങ്സ് പോയിട്ട് ആടെ പേജസ് പോകുക. പേജസിൽ ഇപ്പോൾ ആടെ നണ്ണാണ് ഉണ്ടാവുക, അതിനെ മാറ്റിയിട്ട് ബ്രാഞ്ച് മെയിൻ ആക്കുക. എന്നിട്ട് സേവ് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ജനറൽ റീഫ്രഷ് ചെയ്യുന്ന പേജിനാ, അല്ല എന്നിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അന്നേരം നമ്മുടെ വെബ്സൈറ്റിൻ്റെ URL ഇതിലേക്ക് വരും. നിങ്ങൾക്ക് ഇതിലിപ്പോൾ ജനറലിൽ പോയിട്ട് ഒന്ന് മുകളിലോട്ട് താഴോട്ടെല്ലാം ആക്കി നോക്കുക, അഥവാ ഇതിൽ URL വന്നിട്ടുണ്ടോ എന്ന്. അതിൽ പേജസിൽ പോയിട്ട് നോക്കുമ്പോൾ ഇവിടെ നമ്മളെ URL കാണിക്കും. ഈ URL നമ്മൾ കോപ്പി ചെയ്തിട്ട് ന്യൂ ടാബിൽ ഇട്ട് കൊടുത്താൽ നമ്മളെ വെബ്സൈറ്റ് അത് കാണിക്കും. നമ്മളെ വെബ്സൈറ്റ് അത് കാണിച്ചു. ഇങ്ങനെയാണ് അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റിനെ ഗൂഗിളിലേക്ക് ഫ്രീ ആയിട്ട് ലോഡ് ചെയ്യുക.